ഇപ്പോൾ ലോക്സഭയിൽ കൃഷിമന്ത്രി സംസാരിക്കുന്നുണ്ട്. लेकिन हमने 11.93 करोड़ माननीय अध्यक्ष महोदय ग्राम पंचायत में इनके समय रजिस्टर रखे जाते थे 22 क्लिष्ट बना दिया था, हमने घटा के कर दिए 7 और व्यक्तिगत परिसंपत्तियां माननीय अध्यक्ष महोदय इनके समय बनी 29,45,136 करोड़. ബസന്ത, ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിപ്പോൾ സഭയിൽ വലിയ പ്രതിപക്ഷ ബഹളമാണ് ഉള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പുതിയ തൊഴിലുറപ്പ് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി ആരംഭിച്ചത്. അതിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെ സ്പീക്കർ മുറിക്കുള്ളിൽ ചേംബറിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നുള്ളതാണ് പൊതുവികാരം എന്നാണ് KC വേണുഗോപാൽ സഭയിൽ പിന്നീട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറുപടിക്ക് പകരം ബില്ല് സ്ഥിരസമിതിക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ സ്പീക്കർ പറഞ്ഞത് 98 പേർ സംസാരിച്ചതിൽ ഭൂരിപക്ഷം പേരും ബില്ലിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. തുടർന്നാണ് കൃഷിമന്ത്രി തന്റെ മറുപടിയിലേക്ക് നീങ്ങിയത്. ഈ സമയത്ത് പ്രതിപക്ഷം ഗാന്ധിജിയുടെ ചിത്രങ്ങൾ ഉയർത്തി നടുത്തളത്തിൽ ഇറങ്ങുന്ന ഒരു രംഗമാണുള്ളത്. ഇപ്പോൾ നടുത്തളത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷ മുദ്രാവാക്യം തുടരുന്നു. ഇതിനിടയിലാണ് മന്ത്രിയുടെ മറുപടിയും പുരോഗമിക്കുന്നത്. UPA സർക്കാരിന്റെ സമയത്ത് തൊഴിൽ ദിനങ്ങൾ കുറവായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും കൃഷിമന്ത്രി ഉന്നയിക്കുന്നത്. മോദി സർക്കാർ വന്ന ശേഷമാണ് തൊഴിൽ ദിനങ്ങൾ 3,000 ലക്ഷത്തിലധികമായി ഈ കാലയളവിൽ നൽകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഇതിന്റെ ഫണ്ടുകൾ നീക്കിവെച്ചത് 2 ലക്ഷം കോടി മാത്രമായിരുന്നു UPA സർക്കാരിന്റെ സമയത്ത്. ഇത് എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ NDA സർക്കാർ നൽകിയിരിക്കുന്നത് എന്നുള്ള വാദമാണ് കൃഷിമന്ത്രി ഉയർത്തുന്നത്. മാത്രമല്ല, പ്രതിപക്ഷം ഇപ്പോൾ കാണിക്കുന്നത് ബാപ്പുവിന്റെ ചിന്താധാരയ്ക്കെതിരെയുള്ള പ്രകടനമാണ്. മാത്രമല്ല, ഇത് 125 ദിനമായി തൊഴിൽ ദിനങ്ങൾ ഉയർത്തുന്ന ബില്ലാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ഉന്നയിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഉയർത്തിയ സംസ്ഥാനങ്ങൾക്ക് മേലുള്ള ബാധ്യത തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇതുവരെ ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയിട്ടുമില്ല. ശരി, P. ബസന്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ അതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിന്ന് മാറ്റി എന്നുള്ളത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലെ സാമ്പത്തികമായിട്ടുള്ള ചിലവ് കുറയ്ക്കുകയും സംസ്ഥാന സർക്കാരുകൾക്ക് മുകളിൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വരുത്തി വെക്കുകയും ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ വലിയ വിമർശന വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. P. ബസന്താണ് വിവരങ്ങൾ നൽകിയത്.